സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരം ഇന്ന് 48-ാം ദിവസം. നിരാഹാര സമരം തുടങ്ങി ഇന്ന് 10-ാം നാൾ. സമരക്കാർക്ക് നേരെ മുഖം തിരിച്ച സർക്കാർ. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുടി മുറിച്ച് പ്രതിഷേധിക്കാനൊരുങ്ങി ആശാപ്രവർത്തകർ. സമരത്തെ ആക്ഷേപിച്ച INTUC സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടിനെ തള്ളി KC വേണുഗോപാൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടങ്ങി 48-ാം ദിവസവും ആശാപ്രവർത്തകർക്ക് നിരാശ തന്നെ ഫലം. 10 ദിവസത്തിനിടയിൽ നിരാഹാര സമരമിരുന്ന് തളർന്ന ആശുപത്രിയിൽ ചികിത്സ തേടിയ ആശമാരെയും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. ആശമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ KC വേണുഗോപാൽ MP സമരത്തെ തള്ളിപ്പറഞ്ഞുള്ള INTUC സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടിനെ വിമർശിച്ചു. തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചനയില്ലാതെ SUC നടത്തുന്ന സമരത്തെ പിന്തുണയ്ക്കാനാകില്ലെന്നാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞത്. എന്നാൽ നാടിന്റെ വികാസത്തിന് എതിരെ നിൽക്കരുതെന്നും കൊടിയുടെ നിറം നോക്കിയല്ല സമരത്തിന്റെ കാരണം നോക്കിയാണ് പിന്തുണയ്ക്കേണ്ടതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജനകീയ സമരങ്ങളെ പിന്തുണക്കുക, അതിൻ്റെ ന്യായമായ ആവശ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പിന്തുണക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നിലപാട്. ആര് സമരം ചെയ്യുന്നുള്ളതല്ല, അത് ഉന്നയിക്കുന്ന കോസ് പാവപ്പെട്ടവർക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുമാണെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ മുന്നാലെ നിൽക്കും. INTUC പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇത് INTUC പ്രസിഡന്റ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആശാപ്രവർത്തകർക്കായി പ്രത്യേക കൺസോർഷ്യം രൂപീകരിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി MPയുടെ പ്രതികരണം. തിരുവനന്തപുരത്തെത്തി സമരക്കാരെ നേരിൽ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജീവനും ജീവിതവും മുമ്പോട്ടെന്തെന്ന് പോലും ഒരു കണക്കെടുപ്പോ കണക്കൂട്ടലോ ഒന്നും നടത്താതെ എക്സ്പോസ് ചെയ്യുകയാണ്. അന്ന് മരണമാണ് അല്ലേ, ഇതിൽ എക്സ്പോസ് ആയാൽ മരണമെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞത്. ആ മരണത്തിനെയാണ് അവർ നേരിട്ടത്. രാപ്പകൽ സമരത്തിന്റെ 50-ാം ദിവസമായ തിങ്കളാഴ്ച മുടി മുറിച്ച് പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് സമരക്കാർ. പ്രാദേശിക തലങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കും. ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.